ക്യാൻസർ സെന്ററിൽ ജോലി ചെയ്യുന്ന നേഴ്സാണ്. അവിടെ എപ്പോഴും ഒരു നിശബ്ദതയും വിഷാദവും തളം കെട്ടി നിൽക്കാറുണ്ട്. എന്നാൽ ആദിക്കുട്ടൻ വന്നതോടെ സെന്റർ ആകെ മാറി. 7 വയസ്സുകാരനായ ആദിക്ക് തന്റെ അസുഖത്തെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. അവൻ എപ്പോഴും ചിരിച്ചും കളിച്ചും എല്ലാവരെയും സന്തോഷിപ്പിച്ചു. ഓരോ തവണ അവന് വേദന കൂടുമ്പോഴും അവന് കഥകൾ പറഞ്ഞ് ചിരിപ്പിക്കാൻ അഞ്ജലി ശ്രമിക്കുമായിരുന്നു. ഒരു ദിവസം രാത്രി ഡ്യൂട്ടിക്കിടയിൽ അഞ്ജലി ആദിയുടെ അരികിൽ ചെന്നു. "അഞ്ജലി ചേച്ചി, എനിക്ക് മഴ നനയാൻ കൊതിയാകുന്നു. പുറത്ത് നല്ല മഴയാണോ?" അവൻ ചോദിച്ചു. അഞ്ജലി അവനെ നോക്കി. പക്ഷേ അവന്റെ ആരോഗ്യസ്ഥിതി മോശമായതുകൊണ്ട് അവനെ പുറത്തു കൊണ്ടുപോകാമോ എന്ന കാര്യത്തിൽ അഞ്ജലിക്ക് പേടിയുണ്ടായിരുന്നു. എങ്കിലും ആ കണ്ണുകളിലെ തിളക്കം കണ്ടപ്പോൾ അവൾക്ക് വേണ്ട എന്ന് പറയാൻ തോന്നിയില്ല. ഡോക്ടറുടെ അനുവാദത്തോടെ അവനെ ഒരു വീൽചെയറിൽ ഇരുത്തി വരാന്തയുടെ അറ്റത്തേക്ക് കൊണ്ടുപോയി. അവിടെ മഴത്തുള്ളികൾ ചിതറി വീഴുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞികയിൽ തണുത്ത മഴത്തുള്ളികൾ വീണപ്പോൾ അവന്റെ മുഖത്ത് വിരിഞ്ഞ ചിരി മനസ്സു നിറഞ്ഞുള്ളതായിരുന്നു. ആ നിമിഷം അവന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷമായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആദിക്കുട്ടൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അഞ്ജലിക്ക് അത് താങ്ങാവുന്നതിലും അധികമായിരുന്നു. അവന്റെ ബെഡിന് അരികിൽ പോയപ്പോൾ അവിടെ ഒരു ചെറിയ ചിത്രം അവൾ കണ്ടു. മഴ നനഞ്ഞു നിൽക്കുന്ന ഒരു നഴ്സും ഒരു കൊച്ചുകുട്ടിയും. അതിന് താഴെ അവൻ എഴുതിയിരുന്നു, "മഴ തന്ന അഞ്ജലി ചേച്ചിക്ക് ഒത്തിരി ഉമ്മ." അഞ്ജലി ആ ചിത്രം നെഞ്ചോട് ചേർത്തു പിടിച്ചു. ചിലപ്പോഴൊക്കെ നമ്മൾ കുറച്ചു സമയമെങ്കിലും മറ്റുള്ളവരുടെ സന്തോഷത്തിനായി മാറ്റിവെക്കുക. കൂടുതൽ കഥകൾ കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും കമന്റ് ബോക്സിൽ അനുഭവങ്ങൾ പങ്കുവെക്കാം. ശുഭദിനം.